ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് കേവലം ഒരു മാധ്യമ സൃഷ്ടി മാത്രമാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് കാണിച്ചു തരൂ, എന്തൊക്കെയാണ് അത്തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരം? ജനങ്ങൾക്ക് അങ്ങനെയൊന്നും യാതൊരു പ്രശ്നവും എന്ന് അദ്ദേഹം കൃത്യമായിട്ടും പറയുന്നു. ശരിക്കും അങ്ങനെ തന്നെയാണോ? എന്തെങ്കിലും തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരം നിലവിൽ നിലനിൽക്കുന്നുണ്ടോ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 കൊല്ലത്തെ ഒരു ഭരണത്തിന് ശേഷം ഒരു സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു ആൻറ്റി ഇൻകുംബൻസിയുടെ ഒരു പതിവിൽ അത്രയും പോലും കേരളത്തിൽ ഇപ്പം നിലവിലില്ല എന്നുള്ളതാണ് നമ്മുടെ കയ്യിലേക്ക് വരുന്ന എല്ലാ ഡാറ്റാസും സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് മെട്രിക്സിൻ്റെ സർവേ മുതൽ മാതൃഭൂമിയുടെ സർവേ മുതൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ടർ നടത്തിയ ഒരു സർവേ ആണെന്ന് പറയാൻ പറ്റില്ല, അത്തരം സർവേകളൊക്കെ മുതൽ ഈ പറയുന്ന എല്ലാ സർവേകളും, ഇപ്പോൾ ന്യൂസ് മലയാളത്തിൻ്റെ പുതിയ സർവേ വന്നിട്ടുണ്ട്, അതുപോലെ ലോക്പോളിൻ്റെ സർവേ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സർവേകളെല്ലാം കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ടൈറ്റായിട്ടുള്ള ഒരു പോരാട്ടമാണെന്നാണ്. ടൈറ്റായിട്ടുള്ള ഒരു പോരാട്ടം ഉണ്ടാവേണ്ട ആവശ്യമില്ലല്ലോ. യഥാർത്ഥത്തിൽ വലിയ ആൻറ്റി ഇൻകുംബൻസി ഉണ്ട്, വലിയ ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ അങ്ങനെ ഒരു വികാരമില്ല എന്നുള്ളതാണ് ഏറ്റവും ആദ്യ കാര്യം. രണ്ടാമത്തത്, കനകോല് കൊടുത്തിരുന്ന റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ആൻറ്റി ഇൻകുംബൻസി നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇവിടെ ഇല്ല എന്ന് കോൺഗ്രസിനോട് അദ്ദേഹം വളരെ സയൻറ്റിഫിക്കലി സ്റ്റഡി എടുത്തിട്ട് പറയുകയാണ് ചെയ്തേക്കുന്നത്. ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നെങ്കിൽ പ്രതിപക്ഷം എന്താണ് ചെയ്യേണ്ടത്? പ്രതിപക്ഷം ചെയ്യേണ്ടിയിരുന്നത് ഭരണത്തിനെതിരെയുള്ള കുറ്റങ്ങളുടെ അജണ്ട നിശ്ചയിച്ചുകൊണ്ട് അത് കൃത്യമായി പൊക്കി പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചരണം നയിക്കണ്ടേ? ഇപ്പം എന്താണ് യഥാർത്ഥത്തിൽ പ്രചരണം നയിക്കുന്നത്? വികസനം ചർച്ച ചെയ്യാമെന്ന് ഗവൺമെൻറ് പറയുന്നു, പ്രതിപക്ഷം പറയുന്നു ഞങ്ങൾ വികസനം ചർച്ച ചെയ്യുന്നില്ല എന്ന് പറയുന്നു. പകരം എന്ത് ചെയ്യുന്നു? ഡീലിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. അതായത് SDP ആയിട്ട് ഡീലുണ്ടെന്ന് രമേശ് ചെന്നിത്തല പറയുന്നു, തൊട്ട് മുമ്പത്തെ ദിവസം സതീശൻ വന്നിട്ട് പറയുന്നു BJP ആയിട്ട് ഡീലുണ്ടെന്ന് പറയുന്നു. ഈ ഡീലുണ്ടെങ്കിൽ BJPയുടെ ഏതൊക്കെ നേതാക്കളെ കോൺഗ്രസ് ഒന്ന് ജയിപ്പിക്കും, CPM ഒന്ന് ജയിപ്പിക്കും എന്ന് പറഞ്ഞേ. ഈ ഡീലുണ്ടാകുമ്പോൾ ഞാനും ഗൗതവുമായിട്ടൊരു ഡീലുണ്ടാകുമ്പോൾ ഗൗതത്തിനും ഗുണം വേണം, എനിക്കും ഗുണം വേണമല്ലോ. ഇപ്പം ഇവർ പറയാൻ പോണ CPMൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ CPMൻ്റെ നിരൂപിത തലങ്ങളിൽ ഇവർ പറിച്ച് വോട്ട് ചെയ്യും എന്നുള്ളൊരു വാചകമാണ്. ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ഇത്തരം പ്രചരണങ്ങൾ കൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് ഭരണവിരുദ്ധ വികാരം ഇവിടെ ഇല്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ ഈ ലാസ്റ്റത്തെ നിമിഷത്തിലേക്ക് CPMൻ്റെ കയ്യിൽ നിന്ന് പ്രചരണവും ഇതിൻ്റെ അജണ്ടയും കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ആ കയ്യിൽ നിന്ന് പോയതിൽ പ്രതിപക്ഷം വിജയിച്ചിട്ടുണ്ട്. അത് പ്രചരണത്തിൻ്റെ കാര്യത്തിലാണ്. ആ പ്രചരണം എന്ന് പറയുന്നത് ഡീൽ ഓർ നോ ഡീൽ എന്ന് പറയുന്നൊരു സംഗതി എടുത്തിട്ടു. സുനിൽ കനകോലുവിൻ്റെ നിർദ്ദേശപ്രകാരം VD സതീശൻ ആദ്യം പറഞ്ഞു, രണ്ടാമത്തെ ദിവസം എന്ത് ചെയ്തു? രമേശ് ചെന്നിത്തലയും പറഞ്ഞു. ഇതിലേക്ക് യഥാർത്ഥത്തിൽ അജണ്ട നിശ്ചയിക്കാനായിട്ട് UDFന് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു ചെറിയ നേട്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അങ്ങനെ ഒരു അജണ്ട നിശ്ചയിക്കേണ്ടി വന്നത് പോലും യഥാർത്ഥത്തിൽ ഈ ഭരണവിരുദ്ധ വികാരം ഇല്ലാത്തതുകൊണ്ടാണ്. ഇതിന്റെ ഈ ഡീലിനെ കുറിച്ചൊന്നും നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു കോൺക്രീറ്റ് തിങ്ങിലേക്ക് എത്താൻ പറ്റാത്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അന്തർനാടകങ്ങളാണ്. അതീവ രഹസ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഡീലുകൾ ഉണ്ടാക്കുക. ഒരു പക്ഷേ മാധ്യമങ്ങൾക്ക് പോലും അത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കാത്തതൊരു വിഷയമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട് പലവരും അഭിപ്രായം കുറിക്കുന്നത്, UDF അതായത് UDF ജയിക്കുമെന്ന് തോന്നുന്ന സ്ഥലത്ത് LDFന് വോട്ട് കുത്തണം എന്നിട്ട് പറയുന്ന BJPക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. അല്ലെങ്കിൽ BJP തോൽക്കുമെന്ന് സാധ്യതയുള്ള സ്ഥലത്ത് നിങ്ങൾ തീർച്ചയായിട്ടും LDFനാണ് വോട്ട് കൂട്ടുന്നത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഈ ഒരു പെർസെപ്ഷൻ എന്താണ്? അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമല്ലേ? അതിന് നിങ്ങൾ പറയുന്നത് പോലെ അന്തർനാടകമുണ്ട്, ഡീലുണ്ട് എന്ന് പറയാനായിട്ട് ഇവിടെ ഫോൺ റെക്കോർഡിംഗ് ഉള്ള, ശബ്ദരേഖകൾ റെക്കോർഡ് ചെയ്യാൻ സാധ്യതയുള്ള, വാട്സപ്പ് ചാറ്റുകൾ കിട്ടാൻ സാധ്യതയുള്ള ഈ സ്ഥലത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് ഇവർ തമ്മിൽ ചർച്ച ചെയ്തു എന്ന് പറയാൻ കഴിയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെളിവുകൾ കൊണ്ടുവരാതെ ഇത് മാധ്യമങ്ങളും യഥാർത്ഥത്തിൽ പ്രതിപക്ഷവും തമ്മിലുള്ള ഡീലിന്റെ പുറത്ത് കെട്ടിപ്പൊക്കിയ ഒരു വ്യാജ ആരോപണമാണിത്. എൻ്റെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് താങ്കൾ പറഞ്ഞ കാര്യം, അത് TP സെൻകുമാർ പറഞ്ഞിട്ടുണ്ട്. TP സെൻകുമാർ അത്തരത്തിൽ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. അയാളൊരു ഈ പറയുന്ന പോലെ ഒരു ഹിന്ദുത്വ നരേറ്റീവ് പേർന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അയാൾ പറഞ്ഞേക്കണം BJP ജയിക്കാത്തടുത്ത് എന്ത് ചെയ്യണം, ഈ പറയുന്ന പോലെ മുസ്ലിം ഭരണം വരാതിരിക്കാനായിട്ട്, അതായത് മുസ്ലിം ലീഗും അതുപോലെ തന്നെ SDPയും ജമാഅത്തെ ഇസ്ലാമിക്കും അടക്കുന്ന ഭരണം വരാതിരിക്കാനായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാക്കണം എന്ന് പറയുന്ന ഒരു പോളറൈസേഷന് സാധ്യതകളുണ്ട്. അതില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ നേരത്തെ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, 38 ലക്ഷം വരുന്ന വോട്ടുകൾ ലോക്സഭയിലേക്ക് കിട്ടിയത് BJPക്ക് ഒരു കാലത്തും കിട്ടാൻ സാധ്യതയില്ല. അത് ലോക്കൽ ബോഡി പോലും 31.7 ലക്ഷം കിട്ടിയുള്ളൂ. ആ വോട്ടുകൾ കുറയും. അവർ BJPക്കാരുടെ അണികളോ പ്രവർത്തകരോ ഒന്നുമല്ല, BJP അനുഭാവികളായിട്ടുള്ള ആളുകളാണ്. ആ BJP അനുഭാവികളായിട്ടുള്ള ആളുകൾ ആരാണ്? യഥാർത്ഥത്തിൽ 42% വരുന്ന ഈഴവ വോട്ട് ബാങ്കുകൾ ആലപ്പുഴയിൽ നിന്നും ആറ്റിങ്ങലിൽ നിന്നും പോയത് CPMന്റെ വോട്ടുകളാണ്. ആ വോട്ടുകൾ മടങ്ങി വരാനുള്ള സാധ്യതകളുണ്ട്. അതിന്റെ പുറത്ത് ഡീൽ എന്ന് പറയണമെങ്കിൽ എൻ്റെ വളരെ ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ചോദ്യം, ഏത് മണ്ഡലത്തിൽ ഏത് BJP സ്ഥാനാർത്ഥിയെ CPMോ LDFോ ജയിപ്പിക്കും എന്നുള്ളതാണെന്ന് പറയുന്നത്. ഒന്ന് പറഞ്ഞേ. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഡീൽ ഉണ്ടാക്കുമ്പോൾ അങ്ങോട്ടും കൂടെ ബെനിഫിറ്റ് വേണമല്ലോ. അത് ഏത് മണ്ഡലത്തിൽ ജയിപ്പിക്കും? ഒരു മണ്ഡലം പറ. ഇപ്പൊ പാലക്കാട് റസാക്കിനെ നിർത്തിയത് BJPയെ ജയിപ്പിക്കാനാണെന്ന് പറഞ്ഞിട്ടുള്ള ആരോപണം വരുന്നുണ്ട്.
ഞാൻ ചോദിക്കുന്നത് തിരിച്ച് ഓക്കെ, ബി ജെ പിയുടെ പാലക്കാട് ബി ജെ പിക്ക് ഒരു നേട്ടമുണ്ടാകും, അതിനു വേണ്ടിയിട്ട് CPM ഒരു ഒത്തുകളി നടത്തി എന്നുള്ളതാണല്ലോ ആരോപണം. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ, ആ കാര്യത്തിൽ ഒരു വ്യത്യാസമില്ല. യഥാർത്ഥത്തിൽ പലവട്ടം ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്, അവിടെ 2025 ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവിടെ യഥാർത്ഥത്തിൽ രണ്ടാമത് വന്നേക്കുന്നത് CPM LDF ആണ്. എന്ന് പറഞ്ഞാൽ 43,000-ലധികം വോട്ടുകളുണ്ട് അവർക്ക്. ആ 43,000-ലധികം വോട്ടുകൾ 49,000-ഓളം വോട്ടുകൾ മാത്രമേ UDF-നുള്ളൂ. അപ്പൊ അവര് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി 2016-ലും 2021-ലും ഒക്കെ തന്നെ 3-ാം സ്ഥാനത്തേക്ക് പോയിട്ടുള്ള, കഴിഞ്ഞ 2024 ലോക്സഭയിലൊക്കെ 3-ാം സ്ഥാനത്തേക്ക് പോയിട്ടുള്ള CPM-നെയും LDF-നെയും സംബന്ധിച്ചിടത്തോളം അവരൊരു സ്ഥാനാർത്ഥിയെ നിൽക്കുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ ലോക്സഭയേക്കാൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ എന്ന് അവർ കാണുന്നു. അതോടൊപ്പം അവർ കാണുന്ന ഒരു കാര്യം എന്താ, 6,000 വോട്ടുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 6,000 വോട്ടുകൾ അല്ലാതെയുള്ള ബാക്കിയുള്ള ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന 37,000, 38,000 വോട്ടുകൾ അത് വളരെ സോളിഡായി ഇവരുടെ പക്കലാണെന്ന് ഇവർ കണ്ടെത്തുന്നു. കാരണം എന്താണ്, കഴിഞ്ഞ തവണ P. സരീൻ വന്ന് മത്സരിച്ചിട്ട് പോലും അവർക്ക് നിലവിലുണ്ടായിരുന്ന 1,500 വോട്ടുകൾ കൂട്ടാനാണ് കഴിഞ്ഞത്. അപ്പൊ അവർക്ക് ആ പ്രശ്നമില്ല. എന്ന് പറഞ്ഞാൽ ഏത് സ്ഥാനാർത്ഥി എത്തിയാലും അവരുടെ റോക്ക് സോൾഡ് ആയിട്ടുള്ള 32,000 വോട്ടുകൾ അവിടെ കിട്ടും. പിന്നെ 43,000 വോട്ടുകൾ ഇപ്പോൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഒരു 3,000 വോട്ടുകൾ 4,000 വോട്ടുകൾ കൂടി മറ്റ് UDF-ൽ നിന്ന് സമാഹരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി അവർ നിർത്തുന്നതിൽ എന്താണ് തെറ്റ്? നിങ്ങൾക്കൊരു ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് എത്താൻ വേണ്ടി. NMR റസാഖിന്റെ പ്രത്യേകത എന്താ, അദ്ദേഹം കഴിഞ്ഞ തവണ ഈ പറയുന്ന PV അൻവറിന്റെ സ്ഥാനാർത്ഥി അവിടെ നിന്നപ്പോഴും യഥാർത്ഥത്തിൽ ഇവര് പോയി കാല് പിടിച്ചു PV അൻവറിനെ. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ PV അൻവറിന്റെ സ്ഥാനാർത്ഥിയും ഒരു റാവുത്തർ ഫാമിലി എന്നുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. ആ റാവുത്തർ എന്ന് പറയുന്ന മുസ്ലിം മതവിഭാഗത്തിന് തന്നെ പ്രത്യേകതയുള്ള ആളുകൾക്ക്, ആ ആളുകൾക്ക് അവിടെ 5,000-ഓളം കുടുംബങ്ങളുണ്ട്. ആ 5,000-ഓളം കുടുംബങ്ങളിൽ നിന്ന് ഏറ്റവും കുറഞ്ഞവർക്ക് ഒരു 10,000-ഓളം വരുന്ന വോട്ടുകൾ വരും. ആ വോട്ടുകളിൽ ഒരു മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകൾ എൻ ബ്ലോക്കായി സാധാരണ UDF-ന് കിട്ടാറുള്ളതാണ്. അതിൽ നിന്നൊരു 3,000-ഓ 4,000-ഓ ഞങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥി വേണമെന്ന് അവർ തീരുമാനിക്കുന്നു. അത് തീരുമാനിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും അവരുടെ കാൽക്കുലേഷനും അവർക്കില്ലേ? അത് പറഞ്ഞിട്ട് ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പോലെ ശോഭാ സുരേന്ദ്രനെ ജയിപ്പിക്കാൻ വേണ്ടിയാന്ന് പറയുന്നു. ഇനി അത് ആണെങ്കിൽ തന്നെ ഒന്ന് അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് മറ്റു ചില കാര്യങ്ങളുണ്ടല്ലോ. അതായത് നേമത്ത് അത്തരത്തിലുള്ള ഡീലില്ല. കാരണം നേമത്ത് ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥി ശിവൻകുട്ടിയാണ് അവിടെ മത്സരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനെതിരെ. തൊട്ടടുത്ത് അവരുടെ ഈ പറയുന്ന പോലെ വട്ടിയൂർക്കാവിൽ അത്തരത്തിലുള്ള ഒരു ഡീലില്ല. മനസ്സിലായല്ലോ? വട്ടിയൂർക്കാവിൽ പ്രശാന്താണ് മത്സരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റില്ല, കെ മുരളീധരനടക്കം അല്ലെങ്കിൽ ബാക്കിയുള്ളവരടക്കം ഏതാണ്ട് വലിയ പ്രതിസന്ധിയിലാണ്. കാരണം ഈ റിലേഖയെ ജയിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷയില്ല. അതുപോലെ PK കൃഷ്ണദാസ് മത്സരിക്കുന്ന സ്ഥലത്ത് അങ്ങനെ പ്രതീക്ഷയില്ല. V. മുരളീധരൻ മത്സരിക്കുന്ന സ്ഥലത്ത് അങ്ങനെ പ്രതീക്ഷയില്ല. അതായത് ഈ നേതാക്കന്മാരെ ഒന്നും വേണ്ടിയിട്ട് ഒരു ഡീലും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം അവിടെ ഏറ്റവും വലിയ ഫൈറ്റ് നടക്കുന്നത് CPM-ന്റെ സ്ഥാനാർത്ഥികളായിട്ടാണ്. ഇപ്പൊ കടകംപള്ളി സുരേന്ദ്രനും എന്താണ് V. മുരളീധരൻ തമ്മിൽ ഏറ്റുമുട്ടുന്നു. ശരത്ചന്ദ്ര പ്രസാദാണ് മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ. അപ്പൊ ഇത്തരം സ്ഥലങ്ങളിൽ ഈ നേതാക്കന്മാരെല്ലാം തോറ്റോട്ടെ, പകരം ശോഭയെ മാത്രം ജയിപ്പിക്കാനുള്ള ഒരു ഡീൽ BJP ഉണ്ടാക്കുമെന്ന് തലക്ക് വെളിവുള്ള സാമാന്യ ബുദ്ധിയുള്ള ആരും തന്നെ വിചാരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. ഇപ്പൊ താങ്കൾ പറഞ്ഞ ഒരു മണ്ഡലം, ഞാൻ പറഞ്ഞ ഏത് മണ്ഡലം വേണമെങ്കിലും നമുക്ക് ചർച്ച ചെയ്യാം. CPM-ഓ LDF-ഓ BJP-ക്ക് ഒട്ട് മറിച്ചു കൊടുത്ത് BJP-യെ ജയിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു മണ്ഡലം വളരെ ലോജിക്കലി എന്നോട് പറ, ഡീൽ ഉണ്ടെന്ന് സമ്മതിക്കാം. ഈ ഡീലിന്റെ പിന്നിൽ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. ആ ഉദ്ദേശത്തിന് തെറ്റൊന്നുമില്ല. പക്ഷെ അതൊരു വർഗീയ കാർഡാണ് UDF ഇറക്കുന്നത്. ആ കാർഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം വോട്ട് ബാങ്കുകളുടെ കൺസോളിഡേഷൻ തങ്ങൾക്ക് അനുകൂലമായി ഉണ്ടാകണം എന്നവർ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹിക്കുന്നതിന് പിന്നിൽ ഒരു തന്ത്രമുണ്ട്. കാരണം ആ തന്ത്രം എന്ന് വെച്ചാൽ 2019-ലും 2024 ലോക്സഭയിലും അത്തരത്തിലുള്ള ഒരു കൺസോളിഡേഷൻ ഉണ്ടായതാണ് ഞങ്ങളുടെ വലിയ വിജയത്തിന് കാരണമായത്. ആ അത്തരത്തിൽ തന്നെയുള്ള ഒരു കൺസോളിഡേഷൻ ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അവർ ഈ പറഞ്ഞ ഡീലിന്റെ കാര്യം ഉന്നയിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ഉന്നയിക്കുന്ന VD സച്ചിനും അറിയാം, കോൺഗ്രസിനും അറിയാം. സത്യം പുറത്തു പറയാൻ പറ്റില്ല. താങ്കൾ അപ്പൊ അതെന്തായാലും അംഗീകരിച്ചു, UDF വർഗീയ കൺസോളിഡേഷന് ശ്രമിക്കുന്നു എന്നുള്ളത്. പക്ഷെ ഒട്ടും ഒരു ലെവലേഷൻ പോലും, ഒരു ശതമാനം പോലും വർഗീയ കൺസോളിഡേഷൻ അല്ലെങ്കിൽ ഹിന്ദുക്കൾ ഏകീകരിച്ച് നമുക്ക് വോട്ട് ചെയ്യണമെന്ന ചിന്ത CPM-ന് വന്നിട്ടേ ഇല്ല. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടോ? അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഈ ജമാഅത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം അടുത്ത പറഞ്ഞുതരാം. അങ്ങനെ ഉണ്ടോന്ന് ചോദ്യം ചോദിച്ചിട്ട് പിന്നെ താങ്കളുടെ എക്സ്പ്ലനേഷനിലേക്ക് പോരുത്. ആ ചോദ്യം ചോദിച്ചാൽ അങ്ങനെ ഈ പറയുന്ന പോലെ ഹിന്ദു പോളറൈസേഷനോ കൺസോളിഡേഷനോ LDF-ന് അനുകൂലമായിട്ട് ഉണ്ടാകുമോ എന്ന് പറയുന്ന ഭയം ഇപ്പൊ രമേശ് ചെന്നിത്തല അടക്കം VD സച്ചിനടക്കം വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ വന്നു തുടങ്ങിയതിന്റെ ഭാഗമായിട്ടാണ് തെക്കൻ കേരളത്തിൽ അത് ഞങ്ങളെ മോശമായിട്ട് അഫക്ട് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് SDPI ഡീലായിട്ട് കൂടി പറഞ്ഞേക്കണം. എന്ന് പറഞ്ഞാൽ ഒരേ സമയം തന്നെ CPM-നെതിരെ ആരോപിക്കുന്നത് ഒരു സൈഡിൽ എന്താണ് BJP ഡീൽ, ഒരു സൈഡിൽ SDPI. എന്തൊരു അബദ്ധമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. SDPI-യുടെ ഡീലിന്റെ യാഥാർത്ഥ്യം എന്താ?
SDPIക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള, അവർക്ക് ജയപരാജയങ്ങൾ തീരുമാനിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം ഉണ്ടല്ലോ കാസർഗോഡ്. അതേതാണ് കാസർഗോഡ് ഇപ്പൊ കെ സുരേന്ദ്രൻ മത്സരിക്കുന്ന മണ്ഡലം മഞ്ചേശ്വരം. ഈ മഞ്ചേശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ UDF-ഉം മുസ്ലിം ലീഗും അതുപോലെ തന്നെ ബാക്കി സമസ്തയും അടക്കമുള്ള സംഘടനകളൊക്കെ കൂടി ആവശ്യപ്പെട്ടിട്ട് ഒരു സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു കൊടുത്തു. ഏതാണെന്നറിയാമോ? അത് SDPIയുടെ സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു കൊടുത്തതിന് ശേഷം ആ SDPIയുടെ സ്ഥാനാർത്ഥി ഞാൻ ജില്ലാ കമ്മിറ്റി മുതൽ എല്ലാം രാജിവെച്ചു പോകാണെന്ന് പറഞ്ഞു. ഈ ഡീൽ ആര് തമ്മിലാണ്? ജമാഅത്തിനെ കുറിച്ച് നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ഒരു ഭീതി ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ എന്താണ് CPM-ന് കിട്ടുന്ന ഒരു രാഷ്ട്രീയ ലാഭം? എന്താണ് CPM-ന് കിട്ടുന്ന രാഷ്ട്രീയ ലാഭം എന്താണെന്നുള്ള ഉത്തരം സെക്കൻഡറി ആണ്. എന്റെ ആദ്യത്തെ പോയിന്റ് എന്ന് വെച്ചാൽ CPM ഈ നിലപാടെടുത്തത്, അത് ഞാൻ ഇതിനു മുമ്പും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ. പക്ഷെ ഗൗതത്തിന്റെ ചെവി അടഞ്ഞിരിക്കുന്നതുകൊണ്ട് ഗൗതം കേൾക്കാത്തതുകൊണ്ടാണെങ്കിൽ ഞാൻ വീണ്ടും എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്യാം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏറ്റവും ആദ്യത്തെ കാര്യം, ഇത് CPM-ന്റെ നിലപാടാണ്. CPM-ന്റെ സ്റ്റേറ്റ് കമ്മിറ്റി കൂടി CPM-ന്റെ സംസ്ഥാന സമ്മേളനം കൂടി എടുത്തിട്ടുള്ള തീരുമാനങ്ങളിലൊന്നാണ്. അതായത് ഈ ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കുന്ന പോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയും എതിർക്കണമെന്നും നേരത്തെ ഞാൻ അതിന്റെ ഒരു ഉദാഹരണം കൂടി പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു തെരഞ്ഞെടുപ്പും ഇല്ലാതിരുന്ന സമയത്ത് P. ജയരാജൻ ഒരു വേദിയിലേക്ക് നടന്നു കയറുമ്പോൾ അതൊരു സംവാദ പരിപാടിയാണെന്ന് പറയുന്നു. ആ സംവാദ പരിപാടിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ പറഞ്ഞ പോലെ സംസ്ഥാന കമ്മിറ്റി മെമ്പറും മറ്റേ മീഡിയ ഫണ്ടിന്റെ ഈ പറഞ്ഞ പോലെ ദൈവവുമായിട്ടുള്ള സീതാബൂദ് അവിടെ ഇരിക്കുന്നു. അപ്പൊ ഇതൊരു സംവാദ പരിപാടിയാണെന്ന് പറയുമ്പോൾ P. ജയരാജൻ മൈക്കിലൂടെ തന്നെ ഒരു വാചകം പറഞ്ഞിട്ട് ഇറങ്ങിപ്പോരുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പുമില്ല. ഇതിന് വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം പറയുന്ന ഒരു വാചകം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള മതരാഷ്ട്രവാദികളുമായും വർഗീയ സംഘടനകളുമായും ഒരു സംവാദം പോലും സാധ്യമല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ CPM-ന്റെ സുചിന്തിതമായിട്ടുള്ള നിലപാട്. ആ നിലപാടിനെതിരെ നിൽക്കാൻ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം, ഞാൻ ഈ വേദി വിടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വേദി വിടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ നിലപാട് നേരത്തെ മുതലുള്ളതാണ്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ആ നിലപാടിനെ ഇപ്പൊ താൽക്കാലികമായി ഇലക്ഷന് ഒരു തന്ത്രപരമായി എടുത്ത നിലപാടോ ഇപ്പുറത്തെ ഒരു കൺസോളിഡേഷൻ ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത നിലപാടോ ആയിട്ട് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞത്. ഇതൊന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ ഡീറ്റെയിലുകളിലേക്ക് വേണമെങ്കിൽ ഞാൻ പോവാം. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി കൂടുകയും വളരെ കൃത്യമായി ഭൂരിപക്ഷ വർഗീയത പോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയും കേരളത്തിൽ വളരുകയാണെന്നും അതുകൊണ്ട് അത്തരത്തിലുള്ള വർഗീയത കൂടി ശക്തിയുക്തം എതിർക്കേണ്ടതുണ്ടെന്നും രണ്ടാമതൊരിക്കൽ കൂടി ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രമേയ പാസാക്കിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള നിലപാടുകൾ അവർക്ക് നേരത്തെ ഉണ്ട്. അത് തെരഞ്ഞെടുപ്പ് അടുത്തത് കൊണ്ടല്ല എന്നുള്ളതാണ് വളരെ ക്ലാരിറ്റിയോടുകൂടി ഞാൻ പറഞ്ഞു വെച്ചത്.